അയ്യോ ഐസ് അമ്മ അതിൽ വീണുപോയി. ഞാനിപ്പോൾ അമ്മേനെ കൈ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടാ. അമ്മേനെ കാണുന്നില്ല, അമ്മ കൈയിട്ടടിക്കുന്നു. ഞാൻ ഇങ്ങനെ പോയി ഞാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നയാ. ഇത്രയും കാലം മഴ പെയ്തിട്ട് വീട്ടിൽ വലിയതായ വെള്ളമൊന്നും കയറിയില്ല, വന്ന് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കാല് മുങ്ങുന്ന രീതിയിൽ വെള്ളമായിട്ടുണ്ട്. ഇന്ന് കിട്ടിയ പോലെ കൂട്ടിലും കുടുംബത്തിലൊക്കെ കുറേയാണ് കണ്ടറിയ അസുഖയും കണ്ണിക്കടി ഉള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ആയിരുന്നു. പിന്നെ യൂട്യൂബിന് ചെറിയൊരു പണി കിട്ടി. ഇനി എനിക്കൊരു 3-4 മാസത്തേക്ക് ഞങ്ങളൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല, ഇത്രയും ചെയ്യാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മളെ കാണാൻ ആഗ്രഹമുള്ളവർക്ക്. ആക്റ്റീവ് ആക്കാൻ പറ്റാത്ത കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ കുഴപ്പമില്ല, നമ്മളാരെയും പ്രാകാനോ ശപിക്കാനൊന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കണ്ണ് കിട്ടുന്ന പോലത്തെ. നമ്മളിനി ഒളിച്ചു പോവാമേ. അയ്യോ ഒലിച്ചു പോവാ, നമ്മള് ഒലിച്ചു പോന്നാ. അയ്യോ ഐസ് അമ്മ അതിൽ വീണുപോയി. ഞാനിപ്പോൾ അമ്മേനെ കൈ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടാ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല, അമ്മ കൈയിട്ടടിക്കുന്നു. ഞാൻ ഇങ്ങനെ പോയി ഞാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നയാ. ഇപ്പൊ പിന്നെ ഒരുമാതിരി പാർക്കിൽ പോയിട്ട് ചായയും കണ്ട് വെള്ളപ്പൊക്കം വന്ന കടല് കണ്ട് ചായ കുടിക്കുന്നല്ലോ ഒരാൾ കാപ്പി കുടിച്ചോണ്ടിരിക്കുക. എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഇത്രയും കാലം മഴ പെയ്തിട്ട് വീട്ടിൽ വലിയതായ വെള്ളമൊന്നും കയറിയില്ല, വന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കാല് മുങ്ങുന്ന രീതിയിൽ വെള്ളമായിട്ടുണ്ട്. സോ ഒരു ചെരുപ്പ്, പിന്നെ നമ്മുടെ വണ്ടിയെ കുറച്ച് ടൂൾസ് കിറ്റൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും പക്ഷെ നമ്മുടെ വെള്ളം ഇങ്ങോട്ട് കയറൂല. ഞാൻ പറഞ്ഞ അവിടെ കടക്ക് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അങ്ങനെ കയറാനുള്ള ധൈര്യം ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതെ അതെ അതെ. എന്താണ് പറയാനുള്ളത് വെള്ളത്തെ പറ്റി? വെള്ളം ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്, വെള്ളം വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം ഇങ്ങനെ നോക്കിയിരുന്നിട്ട്. സോ ഇത്രയും കാലം മഴ പെയ്ത് ഇവിടെ വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇന്ന് നോക്കുമ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ ആദ്യമായിട്ടാണ് ഇത്ര വെള്ളം വന്നത്. ആ വണ്ടീൻ്റെ സൈഡിലെ ടൂൾസ് കിറ്റൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറം പോയിട്ട് നോക്കാം. അപ്പോൾ വലിയ വെള്ളമില്ല, ഒരു കാല് ഉപ്പൂത്തി മുങ്ങുന്നാ തോന്നുന്നത്. പിന്നെ ഞാൻ ഇറങ്ങി നോക്കാം. അയ്യോ 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 കുറച്ച് വെള്ളം കുറഞ്ഞിരുന്നേ. ഞാൻ എണീക്കുമ്പോൾ ഇതിലും വെള്ളം ഉണ്ടായിരുന്നല്ലേ. അയ്യോ അപ്പൊ നമുക്ക് പൊതുവേ ഇത്രയൊന്നും വെള്ളമൊന്നും കയറേണ്ടതല്ല. ഇപ്പൊ എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ കുറെ ടൂൾസ് കിറ്റ് സാധനങ്ങളൊക്കെ ഒലിച്ചു പോയി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ഇരിക്കുന്നത് നമ്മുടെ വണ്ടി ബ്ലോഗും വീഡിയോ ഒക്കെ എവിടെയാണ് കുറച്ചധികം വേറെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നാളെ പറഞ്ഞുതരാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓളാക്കി വെച്ചേക്കുക. വെള്ളപ്പൊക്കത്തിന് വണ്ടി വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചായിട്ട് യൂട്യൂബ് ആക്റ്റീവ് അല്ലാത്ത. കുറച്ചധികം പണി കിട്ടിയിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നതാണ് എവിടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, വണ്ടി എടുത്തതിന് ശേഷം വേറെ ഒന്നും ഇടുന്നില്ലല്ലോ എന്ന്. സത്യം പറയാലോ കുറച്ചധികം പ്രശ്നത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരുമാതിരി കണ്ണ് കിട്ടിയ പോലെ കൂട്ടിലും കുടുംബത്തിലൊക്കെ കുറേയാണ് കണ്ടറിയ അസുഖയും കണ്ണിക്കടി ഉള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഓരോരോ പ്രശ്നങ്ങളും അതൊന്നും വന്നുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കൊന്നും മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാലം എറണാകുളത്ത് പോയി, അവിടെ കുറച്ച് പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും ഫുൾ വീഡിയോ നമ്മൾ ഉടനെ സെറ്റ് ചെയ്യാം. പെട്ടെന്ന് രാവിലെ എണീറ്റ് നോക്കി ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സ്കീം കണ്ടത്. നമ്മുടെ വണ്ടി ഇതാ അവിടെ ഇരിക്കുന്നത്. ഇത്രയൊന്നും വെള്ളം ഇതുവരെ നമ്മുടെ വീട്ടിൽ കയറിയതല്ല. അമ്മേ സത്യം പറയാലോ നടക്കാൻ തന്നെ പാടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. ഒരു അയൽവക്കക്കാരൻ മണ്ണിട്ടായിരുന്നു. അയാൾ മണ്ണിട്ട് മൂടിയോണ്ട് ആദ്യം വെള്ളം കയറാൻ തുടങ്ങി. ഇത് കണ്ടോ, ഇത് മണ്ണിട്ട് മൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ പ്രശ്നമെല്ലാം ആക്കി അയാൾ ഒത്തിരി മനസ്സിൽ വന്ന് ഇച്ചിരി ചെറുതായിട്ട് തുറന്ന് തന്നുകൊണ്ടാണ് ഒരു പരിധി വരെ നമ്മുടെ ഒരു വെള്ളമൊക്കെ ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഇതിലും വെള്ളം പൊങ്ങിയാണ് കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നും വീട്ടിൽ വെള്ളം കയറിയൊന്നും എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ ഡ്യൂക്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽമെറ്റൊക്കെ ഒലിച്ചു പോയി, അനിയത്തി എടുത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ടൂൾസ് കിറ്റ് ഒലിച്ചു പോയായിരുന്നു, കുറേ സാധനങ്ങൾ ഒലിച്ചു പോയായിരുന്നു. സോ എനിക്കറിയില്ല എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പൊതുവേ നമ്മുടെ കണ്ണൂരാണ്, ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നൊന്നുമല്ല. പക്ഷെ അത്യാവശ്യം അങ്ങ് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്നും വെള്ളം കയറിയൊന്നും കമൻറ്റ് ചെയ്യുക. ആരും പുറത്തിറങ്ങാനും നിൽക്കരുത്. ഒട്ടും വെള്ളം കയറാത്ത ഈ സ്ഥലത്തൊക്കെ ഇത്രയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വേറെ സീനൊന്നുമില്ല, പൊതുവേ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടം വരെ വന്ന് അങ്ങ് പോകുന്നതേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. കാര്യം വീട് പണിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറേ സാധനങ്ങളും കല്ലും മണ്ണും എന്തൊക്കെ ഒലിച്ചു പോയിന്ന് ഇത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇത്രയും വർഷമായിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും ഇച്ചിരി വെള്ളം കയറുന്നത്. അതായത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ഇതാ, സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടില്ല വെള്ളം, സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടില്ല. എന്നാലും ഇത്രയും കയറിയത് നമുക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ ഒരുപാട് ഒരു വീഡിയോ എവിടെയും ചോദിക്കുന്നുണ്ട്. പടേന്ന് ചെയ്തൊരു വീഡിയോ ആണ്, സെറ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളുണ്ട്, യൂട്യൂബിനും ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ബ്ലൂബിക്കോട്ടിനും ഡ്യൂക്കി ഒക്കെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടീൻ്റെ ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, ഇതിൽ കൂടെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളം ഇറങ്ങി കണ്ടോ. അപ്പോൾ നിന്നിപ്പോൾ വെള്ളം കുറയുന്നുണ്ട് ദൈവാനുഗ്രഹത്തിന്. അപ്പോൾ ഇങ്ങനെ ഒലിച്ചു പോയാൽ വേറെ സീനില്ല.
ഞാൻ എണീറ്റ് വരുന്ന കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഒക്കെ ഇത് കയറി ഇറങ്ങി പോന്നേക്കുന്നത്. അത് വെള്ളമൊക്കെ കയറി കയറിയ അവസ്ഥ അറിയാലോ. സോ നമ്മുടെ ക്ലൈംബർ റൂട്ടിൻ്റെ കാര്യം പറഞ്ഞാലാണ് നമ്മൾ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് ഇട്ടു, പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് എല്ലാവരും പറയുന്നത്. എനിക്ക് പൊതുവേ ഞാൻ പറയുന്നുണ്ട്, ഇതിനു മുന്നേ വണ്ടി കൊടുത്തതും എനിക്കങ്ങനെ എപ്പോഴും ഉപയോഗിക്കാനുള്ള സമയമില്ല. പക്ഷേ ഇതൊക്കെ ഒരു ആഗ്രഹം പുറത്ത് എടുത്ത് വെക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഞാൻ ഓരോ സ്ഥലത്ത് പോക്ക് വരവ്, വീട്ടിൽ വന്ന ഒറ്റ ഇരിപ്പ്, ഡ്യൂക്കീൻ്റെ വരെ ബാറ്ററി ഇറങ്ങിപ്പോയി ഫുൾ പണിയായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ബാറ്ററി സ്വന്തമായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഇപ്പോൾ സെൽഫായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഡ്യൂക്കിന് വേറെ സീനില്ല കേട്ടോ, കണ്ട ഡ്യൂക്കി ഇരിക്കുന്നത്. അപ്പോൾ സെൽഫായിട്ട്, കാരണം വെച്ചാൽ വണ്ടി മുഴുവൻ ഒരു 3-4 ദിവസം എടുക്കാത്തപ്പോൾ ബാറ്ററി ഇറങ്ങിപ്പോക്കുക എന്നെ പരിപാടി. അപ്പോൾ ഗതി കെട്ടിട്ട് ഇന്നലെ ഒരു 1500 രൂപയ്ക്ക് ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന സാധനം വാങ്ങിയിട്ടുണ്ട്. ഞാനത് വീട്ടിൽ കാണിച്ചു തരാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ ടാഗ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്ത് ഞാൻ പിന്നെ ഇത് നോക്കുമ്പോൾ ഇവൻ്റെയും ബാറ്ററി ഇറങ്ങിപ്പോയി. സബ് ഊഫറൊക്കെ ചെയ്തായിരുന്നു, സബിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ യൂട്യൂബിന് ചെറിയൊരു പണി കിട്ടി. ഇനി എനിക്കൊരു 3-4 മാസത്തേക്ക് ഞങ്ങൾ ഒന്നും ആക്റ്റീവ് ആയിരിക്കില്ല. ഇത്രയും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മളെ കാണാൻ ആഗ്രഹമുള്ളവർക്ക്. ഒരു സ്റ്റോറി ഇടാൻ പോലും ഒരു മൂഡ് കിട്ടുന്നില്ല. അതെങ്കിലും ഇടുന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റൊക്കെ ഇടും. യൂട്യൂബ് ഒട്ടും ആക്റ്റീവ് ആക്കാൻ പറ്റാത്ത കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കൂടെ നിന്ന് കണ്ണിക്കടിയും അസൂയയും പ്രാകുന്നവർക്കൊക്കെ സന്തോഷ വാർത്ത തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ കുറേ പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളാരെയും പ്രാകാനും ശപിക്കാനൊന്നുമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കണ്ണ് കിട്ടുന്ന പോലത്തെ. പ്രത്യേകിച്ച് ഈ വണ്ടി റിവീൽ ചെയ്തതിന് ശേഷം എന്താ പറ്റിയെന്ന് അറിയില്ല. വണ്ടിക്ക് പണി, എനിക്ക് ഓരോ പണി. വണ്ടിക്കാർ പണിയല്ല, വണ്ടി ഞാൻ പിന്നെ ഒരു 3-4 ദിവസം എടുത്തില്ല. പിന്നെ ബാറ്ററി ഇറങ്ങിപ്പോയി. പിന്നെ സബ് ഊഫറൊക്കെ വെച്ച് കുലുക്കി നടക്കുമായിരുന്നേ. പിന്നെ നോക്കുമ്പോൾ ബാറ്ററി ഒറ്റ ഇറക്കിപ്പോക്കും. അപ്പോൾ ബാറ്ററി ചാർജ് നിൽക്കുന്നേ ഇല്ല, വണ്ടി എടുക്കുന്നേ ഇല്ല. സോ നല്ലൊരു ബാറ്ററി ആയിരുന്നു, 1 വർഷം മുന്നേ വാങ്ങിയ ബാറ്ററിയാണ്. അപ്പോൾ പക്ഷേ വാറണ്ടി കാർഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് മാറ്റി കിട്ടത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്തും പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്ന് മൈൻഡ് കട്ടായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ വീട്ടിലെ വെള്ളം കാണുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കയറിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ കാണാലോ, നമ്മുടെ അവസ്ഥയും കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ ഒരു തട്ടിക്കൂട്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോട്ട് ഓളാക്കി വെച്ചേക്കാം. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. സേഫ് അല്ലാത്തവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. യൂട്യൂബിൽ എനിക്ക് അറിയില്ല, കാരണം നമ്മുടെ ആകെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. അതിപ്പോൾ നൈസായിട്ട് തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയുള്ളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ത് പറ്റിയെന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ പറ്റിയൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ കണ്ണ് കിട്ടുന്ന കാര്യങ്ങളും കുടുംബത്തിലും പല സ്ഥലത്തും കണ്ണിക്കടി ഉണ്ടവരാണെങ്കിലും ഒന്നാലും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലെന്നായിരിക്കും. പക്ഷേ ഈ കണ്ണിക്കടിയും കണ്ണ് കിട്ടലൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ, ഈ കാർ എടുത്തിട്ട് ഏകദേശം 2-2.5 മാസമായ കഴിഞ്ഞൊരു 3 ആഴ്ച മുന്നേ ഇത് റിവീൽ ചെയ്തിട്ടുണ്ടാവുക. അതിന് ശേഷം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. എനിക്ക് തന്നെ അറിയാം ആർക്കാണ് ഈ ഇത്ര കണ്ണിക്കടി ഉള്ളതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം, കുടുംബത്തിൽ തന്നെയുള്ളതെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ നമുക്ക് അവരുടെ ദേഷ്യമോ സങ്കടമോ വിഷമമൊന്നും ഇല്ല. അവർ ചെയ്യാൻ പറ്റുന്ന നേട്ടം നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന അത്ര തന്നെ. വരുന്നിടത്ത് വെച്ച് കാണട്ടെ. എനിക്കറിയില്ല, ഇപ്പം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. യൂട്യൂബിൽ ഇതിലിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബിൻ്റെ ഒരു സാധനം മോണിറ്റൈസേഷൻ കട്ടായി പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എങ്ങനെ പറ്റിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ചെയ്യാത്ത. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ വേറെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പുറകേക്കാണ്. പിന്നെ ഒന്നിനും തീരെ മൂടില്ല ഇപ്പോൾ പൊതുവേ. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇനി എന്നൊരു വീഡിയോ വരുവാന്ന് പോലും അറിയില്ല. പറ്റുന്നവരാണെങ്കിൽ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് വെച്ചേക്കാം. എന്നാൽ ക്ലൈംബർ റൂട്ടിനെല്ലാം നമ്മൾ സെറ്റാക്കി ഇറക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുറയുന്നുണ്ടെന്നത്, ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ കുറഞ്ഞ് സെറ്റായിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, വേറെ സീനില്ല. വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മുട്ട് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളമൊക്കെ പോയാണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ സീൻ വരത്തില്ല. എന്തായാലും ദൈവാനുഗ്രഹത്തിന് അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അമ്മേ, ഇത്ര നേരമായിട്ട് വൈകുന്നേരം 5 മണിയായി. ഒരു നേരത്തെ ഫുഡ് പോലും ഇന്നത്തെ ദിവസം കഴിച്ചിട്ടില്ല. വൈകുന്നേരം 5 മണി ആലോചിച്ച് നോക്കി, ഒരു നേരത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പരിപാടിയെന്ന്. ഇപ്പോൾ 2 ദിവസം മുന്നേ എറണാകുളത്താണ്, ഇന്നലെ തിരിച്ചിവിടെ വന്നതാണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, അപ്ഡേറ്റ്സ് ഒക്കെ പറ്റുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്യാം. മറക്കരുത്, അത്രേ പറയാനായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഈ പരിപാടിയൊക്കെ അറിയുള്ളൂ, നമ്മളിവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു മെസ്സേജ് ചെയ്യാം. സോ അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടില വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ.